ഇന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ബലിദാന ദിനം. ഭാരതീയ ജനസംഘം സ്ഥാപക നേതാവ്, ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിന്റെ നട്ടെല്ല്. 1901 ജൂലൈ 6 ബംഗാൾ പ്രവിശ്യയിൽ കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന അശുതോഷ് മുഖർജി ജോഗമയ ദേവി ദമ്പതികളുടെ പുത്രനായി ജനനം. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷിൽ ഓണേഴ്സ് ബിരുദവും ബംഗാളിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1934 തന്റെ 33-ാം വയസ്സിൽ കൽക്കട്ട സർവകലാശാലയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആ പദവിയിൽ 4 വർഷം പ്രവർത്തിച്ച ശേഷമാണ് ഡോക്ടർ മുഖർജി കൽക്കട്ട നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1947 ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ വ്യവസായ നയങ്ങൾക്ക് രൂപം നൽകിയതും അടിത്തറ പാകിയതും ശ്യാമപ്രസാദ് മുഖർജിയാണ്. പാക് വിഭജന വിഷയത്തിലെ നെഹ്റുവിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ് കൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. പാകിസ്ഥാനെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് നെഹ്റുവിന്റേത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രാജി. 1943 മുതൽ 1946 വരെ അദ്ദേഹം അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ സർസംഘചാലകായിരുന്ന MS ഗോൾവാൾക്കറുടെ നിർദ്ദേശപ്രകാരം 1951 ഒക്ടോബർ 21 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. ജമ്മു കശ്മീരിന് സവിശേഷ പദവി നൽകിക്കൊണ്ടുള്ള ആർട്ടിക്കിൾ 370-നെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച നേതാവാണ് ഡോക്ടർ മുഖർജി. ഒരു രാജ്യത്ത് 2 പതാകയോ 2 നിയമവ്യവസ്ഥയോ 2 ഭരണകർത്താക്കളോ സ്വീകാര്യമല്ല. ഞാൻ ഇതിനെ ശക്തമായി എതിർക്കുന്നു എന്നായിരുന്നു മുഖർജിയുടെ നിലപാട്. ഭാരതത്തിന്റെ ഭാഗമായ കശ്മീരിൽ പോകാൻ ആർക്കും ആരുടെയും അനുമതി തേടേണ്ട ആവശ്യമുണ്ടാകരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അന്ന് കശ്മീരിൽ പ്രവേശിക്കാൻ മുൻകൂർ പെർമിറ്റ് എടുക്കേണ്ടതായിരുന്നു. താൻ ഈ നിയമം യാതൊരു കാരണവശാലും പാലിക്കില്ല എന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി തുറന്നു പറഞ്ഞിരുന്നു. 1953 മെയ് 11 ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പെർമിറ്റില്ലാതെ ജമ്മു കശ്മീരിൽ പ്രവേശിച്ചു. അന്നത്തെ ഷെയ്ഖ് അബ്ദുള്ള ഗവൺമെന്റ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെ അറസ്റ്റ് ചെയ്തു. 40 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷം ജൂൺ 23 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഈ ലോകത്തോട് വിട പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോഴുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തിലെ ദുരൂഹതയുടെ ചുരുൾ ഇന്നും അഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.